രാഷ്ട്രീയ പാർട്ടികൾ എത്രയെന്ന ചോദ്യത്തിന് ഉത്തരം എളുപ്പമല്ല എന്നറിയാം. എന്നാൽ ഇന്ത്യയിൽ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ നിലനിന്നിരുന്നുവെന്നും അവയുടെ പ്രസക്തി എന്തായിരുന്നുവെന്നും കാലത്തിന്റെ കുത്തൊഴുക്കിൽ അടിപതറിയ രാഷ്ട്രീയ പാർട്ടികളുണ്ടെങ്കിൽ അവ ഏതൊക്കെയെന്ന് അടുത്തറിയണമെന്നും ആഗ്രഹമുണ്ടെങ്കിൽ ആലപ്പുഴ തത്തമ്പള്ളി കിടങ്ങാമ്പറമ്പ് എസ് കെ ഭവനിലെത്തി കെ ശിവകുമാറിനെ സമീപിച്ചാൽ മതിയാവും. ശിവകുമാറിന്റെ ശേഖരത്തിൽ കൃത്യമായി ഇവയൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടിക്കാലം മുതൽ ഇലക്ഷനെ കൗതുകത്തോടെ നോക്കിക്കണ്ടിരുന്ന ശിവകുമാർ 1996 മുതലാണ് ശേഖരണം ആരംഭിച്ചത്. ഇന്ത്യൻ ചരിത്രത്തിൽ നാഴികക്കല്ലായ പ്രധാന പാർട്ടികൾ തുടങ്ങി കാലഘട്ടത്തിൽ മൺമറഞ്ഞ പാർട്ടികൾ എന്നുവേണ്ട ഇപ്പോൾ ലയിച്ചു ചേർന്ന പാർട്ടികളുടെ വിവരങ്ങൾ വരെ ശിവകുമാറിന്റെ ശേഖരണത്തിൽ കാണാം. രൂപവും ഭാവവും മാറിയപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ പതാകയിലും ചിഹ്നങ്ങളിലും വരെ വ്യത്യാസമുണ്ടായതായി ശിവകുമാർ പറയുന്നു. ഇവയൊക്കെ തെളിവ് സഹിതം കാണിച്ചു തരാനും ശിവകുമാർ തയ്യാർ. ആദ്യകാലത്ത് നുകം വെച്ച കാളയിൽ നിന്നും ഇപ്പോൾ കൈപ്പത്തി ചിഹ്നത്തിലെത്തിയ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ചരിത്രം കൊടികൾ നിരത്തിയാണ് ശിവകുമാർ സാധൂകരിക്കുന്നത്. ഗർജിക്കുന്ന കടുവ, ഉദയസൂര്യൻ, ത്രിവർണ്ണ പതാകയിൽ ഘടികാരം എന്നു തുടങ്ങി പണ്ടുകാലത്ത് പ്രചാരം നേടിയ വ്യത്യസ്തങ്ങളായ കൊടികളും തോരണങ്ങളും വരെ 33 വയസ്സുകാരനായ ശിവകുമാറിന്റെ ശേഖരണത്തിൽ ഇടം നേടിയിട്ടുണ്ട്. ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയിൽ ഏതൊക്കെ പാർട്ടികളാണ് നല്ലതെന്നും ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തുവെന്നും ഭാവി തലമുറ അടുത്തറിയുക എന്നതാണ് തന്റെ ശേഖരണത്തിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്ന് ശിവകുമാർ പറയുന്നു. എല്ലാവർക്കും ഈ തെരഞ്ഞെടുപ്പ് പാർട്ടി എന്ന് കേൾക്കുമ്പോൾ എന്തോ ഒരു അലർജി ആയിട്ട് പാർട്ടി കാര്യങ്ങളൊന്നും ഇവിടെ പറയണ്ട ആ രീതിക്കുള്ള. അപ്പം അതല്ല, നമ്മുടെ ജനത അറിഞ്ഞിരിക്കണം എന്തെല്ലാം പാർട്ടികൾ മുമ്പുണ്ടായിരുന്ന കാലഘട്ടത്തിൽ മറഞ്ഞുപോയ കുറേ പാർട്ടികൾ. പിന്നെ ചിലരിപ്പം പണ്ട് പാർട്ടി ഉണ്ടാക്കിയിട്ട് ഇപ്പം ലയിച്ച് ചേർന്നത്. അപ്പം പഴയ അവരുടെ ചരിത്രം എന്താണെന്ന് പലർക്കും അറിയില്ല. അപ്പോൾ അവരെന്തായിരുന്നെന്നും അവർ എങ്ങനെയുള്ള പാർട്ടികൾ ഉണ്ടായിരുന്നെന്നും എന്തൊക്കെ പാർട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു ഇതൊക്കെ മനസ്സിലാക്കണം. പണ്ടത്തെ കുറേ ചിഹ്നങ്ങൾ പഴയ കാലത്തെ ആൾക്കാർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇപ്പോൾ കോൺഗ്രസിൻ്റെ തന്നെ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ ആദ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് നുകം വെച്ച കാളയാണ്. അപ്പോൾ അതിൽ നിന്നൊരു രൂപാന്തരം പ്രാപിച്ചാണ് ഇന്ന് കാണുന്ന ഈ കൈപ്പത്തിയിലേക്ക് വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചരിത്രം തന്നെയുണ്ട്. അത് ഒരു രാഷ്ട്രീയ ചരിത്രം കൂടെ നമുക്ക് പഠിക്കാൻ ഈ എക്സിബിഷൻ നമുക്ക് ഉപകരിക്കും. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് പ്രദർശനം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഈ ചെറുപ്പക്കാരൻ.